ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 2026 എന്ന് പറയുന്നത് കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർഷമാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അടുത്തൊരു 2-3 വർഷത്തേക്ക് ഇനി നടക്കാനില്ലാത്ത രീതിയിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കാനൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2025 സംബന്ധിച്ച് നമുക്ക് ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം 2025 വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമുകൾ എന്ത് ചെയ്യും 2026 നമുക്ക് എന്ത് ചെയ്യും നടക്കാനായിട്ടും പോവുകയാണ് അല്ലെ. അപ്പോൾ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കും. നമ്മൾ 10th ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ 12th ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഓരോ ലെവലിൽ പഠിക്കുന്നവർക്കും അവസരങ്ങളുടെ ഒരു വലിയ പെരുമഴ ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത് 2026 എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓൾറെഡി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് 2025 വന്നു കഴിഞ്ഞു. അതിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി നല്ല പ്രിപ്പറേഷൻസ് നടക്കുകയാണ് അല്ലെ. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും വരുന്നൊരു സംശയമായിരിക്കും 2025 ഇത്രയും നോട്ടിഫിക്കേഷൻസ് വന്നു. അപ്പൊ 2026 ഇനി വരാനായിട്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ എക്സാംസ് വരും? 2026 വന്നിട്ട് ഇനി വരാൻ പോകുന്ന എക്സാം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇതൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഈ 2026 നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് ഇനിയും കുറെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് വരും. പക്ഷേ നിലവിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ വർഷം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ 2026 വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2027 LDC തന്നെയാണ് അല്ലെ, LD എക്സാംസ് തന്നെയാണ്. അപ്പോൾ 2026 പകുതി ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ LDയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് അല്ലെ. ഈ പറഞ്ഞ 2028 വരെയാണ് നിലവിൽ ലിസ്റ്റിന്റെ കാലാവധി വരുന്നത്. അപ്പോൾ 26 നോട്ടിഫിക്കേഷൻ, 27 നമ്മൾ എക്സാംസ് എക്സ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ 28 നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റും വരും. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റുകളിൽ ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റുകൾ ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ LDC എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇത്രയും നിയമനം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമുകൾ ഏതാണെന്ന് വെച്ചാൽ അതിൽ കൂടി ഉൾപ്പെടുന്ന ഒരു പോസ്റ്റും കൂടി നമ്മുടെ 2027 LDC എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ്, നടക്കുന്ന നിയമനങ്ങളും കൂടുതലാണ്. സോ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷനോട് കൂടി റാങ്ക് ലിസ്റ്റിൽ വെറുതെ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സേഫ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ റാങ്കിലേക്ക് എത്തുക എന്നുള്ള വളരെയധികം പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ 2027 LD എക്സാം എന്ന് പറയുന്നത് അല്ലെ. സോ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 2027 LDC എല്ലാ രീതിയിലും ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് നമ്മുടെ 2027 മിഷൻ LDC ബാച്ച് എന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ വെറുതെ റാങ്ക് ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ജോലി ഉറപ്പാക്കുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അല്ലെ. സോ അതിനാവശ്യമുള്ള എല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള നമ്മുടെ ആവശ്യം. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പ്രിപ്പറേഷൻസ് ഈ ഒരു ബാച്ചിന്റെ ഈ ഒരു ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന LDC നിയമനത്തിൽ നിങ്ങൾ ഉൾപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാത്രം മുന്നോട്ട് പോകുന്ന സ്പെഷ്യാലിറ്റിയാണ്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ പകുതി ഫീസ് പേ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു LDC എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ അസിസ്റ്റൻസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ ഈ കോൺടാക്റ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാനായിട്ട് പറ്റും. അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഏതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഉള്ള നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ വരാൻ പോകുന്ന വർഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 10th ലെവലൊക്കെ വരുന്ന എക്സാംസിൽ ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്യുന്നത് നിയമനങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന 2 പോസ്റ്റുകളാണ് നമ്മുടെ LDCയും അതുപോലെ തന്നെ LGSഉം. ഈ 2 പോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 2027-26 നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന 2 എക്സാംസ് ആണ് അല്ലെ. അത് കൂടാതെയാണ് ലാബ് അസിസ്റ്റന്റ് എക്സാം വരുന്നത്. അപ്പൊ ഇത് മൂന്നും ഈ വർഷം വരാൻ പോകുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 10th ലെവലിൽ വരുന്ന എക്സാംസ് ആണ്, അറിയാമല്ലോ. അപ്പൊ LDC ആണെങ്കിലും എല്ലാം 10th ലെവലിൽ നമുക്ക് വരുന്നതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് അല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ കേരള PSC മുന്നോട്ട് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അവസരങ്ങൾ ഒന്നാണ് നമ്മുടെ LGS പോസ്റ്റ് എന്ന് പറയുന്നത്. അറിയാലോ, ഈ പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഡിഗ്രി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, LGS എക്സാം എഴുതാനായിട്ട് പറ്റില്ല. നമ്മൾ കമ്പനി ബോർഡ് LGS എപ്പോഴും പറയുന്നതാണ് അല്ലെ. ഗ്രാജുവേറ്റ്സിന് എഴുതാൻ പറ്റുന്ന ഒരു ഒറ്റ LGS പോസ്റ്റ് ഉള്ളൂ, അതേതാണ് കമ്പനി ബോർഡ് LGS ആണ്.
നോർമൽ എൽജിഎസ് ആർക്ക് എഴുതാൻ പറ്റില്ല, ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗ്രാജുവേറ്റ്സ് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സ് അല്ലാത്തവർക്ക് വേണ്ടി ഏറ്റവും അധികം അവസരങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ ഒന്ന് തന്നെയാണ് നമ്മുടെ LGS പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ LGSും LDCയും നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ 10th ലെവലിൽ നമുക്ക് ലാബ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 പ്രധാനപ്പെട്ട 10th ലെവൽ പോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ 12th ലെവലിൽ വരുന്ന ഫോഴ്സ് ജോബുകളിലേക്ക് എല്ലാം നമുക്ക് എന്ത് വരും, നമുക്ക് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും അല്ലെ. CPO ഒക്കെ ആണെങ്കിൽ WCP നമുക്ക് പറയുന്ന പോസ്റ്റുകളെല്ലാം കഴിഞ്ഞ വർഷം അവസാനമായപ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലെ. അതിന്റെ എല്ലാം എക്സാംസ് ഈ വർഷം എന്ത് ചെയ്യും, നടക്കും, 2026 നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം 12th ലെവലാണ് വരുന്നത്. ഈ ഫോഴ്സ് ജോബുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യും, ഉറപ്പായിട്ടും വരികയും ചെയ്യും അല്ലെ. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റിലേക്കാണ് CPO, WCPO, CO, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വിമൻ. ഇതുപോലെ പ്രധാനപ്പെട്ട ഫോഴ്സ് ജോബുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം 2026 ഉറപ്പായിട്ട് നമുക്ക് വരും. എക്സാംസുകളൊക്കെ അടുത്ത കൊല്ലമായിരിക്കും, പക്ഷെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം തന്നെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഫോഴ്സ് ജോബ് നമുക്ക് അറിയാവുന്ന കാര്യം പോലെ എല്ലാ വർഷവും എന്തുണ്ടാവും, ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ 2026 എക്സ്പെക്ട് ചെയ്യുന്ന 12th ലെവലിൽ വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്. അടുത്ത നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഡിഗ്രി ലെവലിൽ ഓൾറെഡി നമുക്ക് അറിയാം, ഈ വർഷം നമുക്ക് അറിയാവുന്ന ഡിഗ്രി പ്രിലിംസ് നടക്കുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഡിഗ്രി പ്രിലിംസിലൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അറിയാലോ, നമുക്ക് എല്ലാ വർഷങ്ങളിലും വരുന്ന അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തായിരിക്കും വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് അടക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഡിഗ്രി ലെവലിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ LSGS-I എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ വരാൻ പോകുന്ന ഏറ്റവും ഹയർ ലെവലിൽ എക്സാംസ് ഒന്നാണ് ലോക്കൽ നമ്മുടെ LSGS എന്ന് പറയുന്നത് അല്ലെ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്കാണ്, നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റുകളൊക്കെയാണ് അല്ലെ. ഡിഗ്രി ലെവലിലെ ഏറ്റവും ഹയർ റാങ്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, LSGS-I എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഹയർ ലെവൽ എക്സാം ആണ് LSGS-I എന്ന് പറയുന്നത്. അപ്പോൾ ഈ LSGS-Iയും സബ് ഇൻസ്പെക്ടറുമാണ് ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടോ, അത് സബ് ഇൻസ്പെക്ടർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിലിംസിനെല്ലാം മുൻപായിട്ട് തന്നെ നടക്കും എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ഒക്കെ തന്നെയാണ്. അപ്പോൾ എത്രയും വേഗം നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്, 10th ലെവൽ ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞു, 12th ലെവൽ എക്സാംസ് പറഞ്ഞു, ആൻഡ് ഡിഗ്രി ലെവലും പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇത് കൂടാതെ നിങ്ങൾ ടീച്ചിങ് ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് BEd TTC കംപ്ലീറ്റ് ചെയ്തു KTT ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് എക്സാംസ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ 2026 അവസാനത്തോടു കൂടി നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അടുത്ത LPST UPST നോട്ടിഫിക്കേഷൻസും എന്ത് ചെയ്യും, ഉറപ്പായിട്ട് നമുക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ജോലിയും ടീച്ചിങ് ജോബുകളും നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ അവസരങ്ങൾ അല്ലെ LPST UPST 2 പോസ്റ്റുകൾ നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ ഒരുമിച്ചാണ് വന്നത്, ഇത്തവണ നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരിക്കും, എക്സാം നമുക്ക് 2 ആയിട്ട് നടക്കും, അറിയാമല്ലോ. അപ്പോൾ ഈ വർഷം ഈ പറയുന്ന പോലെ LPST UPST നോട്ടിഫിക്കേഷൻസും ഈ വർഷം അവസാനത്തോടുകൂടി വരും എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഒരു ധാരണ അല്ലെ. അപ്പോൾ ടീച്ചിങ് എക്സാംസ് നോക്കുന്നവർക്കും ഈ വർഷം പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു വർഷം ഉറപ്പായിട്ടും വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ചില പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന LD നോട്ടിഫിക്കേഷൻസ് തന്നെയാണ് അല്ലെ. അപ്പോൾ എല്ലാ രീതിയിലും ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്കറിയാം പലരും ഈ LD എക്സാംസ് ഒക്കെ ഫ്രഷേഴ്സ് ഒരുപാട് കാണും, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. അപ്പോൾ പലർക്കും നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പക്ഷേ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചിലർ പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസം എത്ര നേരം പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ നമുക്ക് സിലബസ് കവർ ചെയ്യാം, എപ്പോൾ സിലബസ് കവർ നമുക്ക് റിവിഷൻ ആവശ്യം ടൈം കിട്ടും, ഇതെല്ലാം ഒരു സംശയമായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ പറയുന്നു ഹയർ റാങ്ക് കിട്ടാനാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ നടത്തണമെങ്കിൽ നമ്മൾ മാക്സിമം ഇയർലി എന്ത് ചെയ്യണം, നമ്മൾ സിലബസ് കവർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വരുന്ന സംശയം എത്രത്തോളം പഠിച്ചാൽ നമുക്ക് സിലബസ് നേരത്തെ കവർ ചെയ്യാം, അല്ലെങ്കിൽ റിവിഷൻ എത്ര ടൈം എടുക്കണം. ഇനി ഇങ്ങനെ ടെൻഷൻസ് ഒന്നും വേണ്ട.
നിങ്ങൾ ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് എത്ര നേരം പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്ലാസ്സസ്, അതിന്റെ PDF നോട്ട്സ് ആൻഡ് റെഗുലർ ബേസിസിൽ ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് പഠിക്കണം എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. പിന്നെ എപ്പോൾ പഠിക്കണം എന്നുള്ളത് നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റെന്ത് അസൗകര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺവീനിയുള്ള ടൈം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. സോ ആ ടെൻഷൻ ഒന്നും വേണ്ട. സോ ഈ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിലബസ് നമ്മൾ മാക്സിമം നേരത്തെ തന്നെ കവർ ചെയ്തിട്ട് ബാക്കി സമയം ഫുള്ള് നമ്മൾ പക്ക PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിലൂടെ എൻ്റയർ സിലബസ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. നമുക്ക് എക്സാം എന്നാണ് നടക്കുന്നത് അതുവരെ ഈ ഒരു കോഴ്സിന്റെ ക്ലാസ്സും നമുക്ക് PYQസും റിവിഷൻസും എല്ലാം ഉണ്ടാവും. ആൻഡ് PYQ ബേസ്ഡ് റിവിഷൻസ് റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ കൂടെ തന്നെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളെ സെപ്പറേറ്റ് എടുക്കാന്നല്ല, നമ്മൾ ക്ലാസ് കൂടെ പോകുന്നതന്നെ നിങ്ങൾക്ക് റിവിഷൻസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നതിന് സോ ഒരു ടെൻഷൻ കാര്യങ്ങളും വേണ്ട. മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്യുക കാര്യങ്ങളൊന്നുമല്ല. പലരും എക്സാം ആകുമ്പോൾ അടുപ്പിച്ച് വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ഇവാലുവേഷൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, അത് കൂടാതെ തന്നെ അറിയാം ന്യൂ SCRT 2025 അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെങ്കിൽ പോലും ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാം, ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന എക്സാമുകളുടെ ക്വസ്റ്റിന്റെ ഒരു വലിയ സോഴ്സ് ആയിരിക്കും നമ്മുടെ ന്യൂ SCRT ടെക്സ്റ്റ് ബുക്ക് അല്ലേ. അപ്പോൾ SCRTയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെ എല്ലാം ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ സെക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ കറന്റ് അഫേഴ്സ് പഠിക്കാനും പറ്റും, അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനും പറ്റും. അതിന് ഒരു എക്സ്ട്രാ ക്ലാസ്സിന്റെ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസോട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ബാച്ചാണ്. ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞ് നോട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോളിൽ നമ്പർ കാണാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക, നിങ്ങളെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.